ഷീജാസ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീട്ടിലൊക്കെ കറവല പിടിച്ച പാത്രങ്ങളൊക്കെ നമ്മൾ തീരെ ഉപയോഗിക്കാൻ പറ്റാത്തൊക്കെ നമ്മൾ കളയൊക്കെയോ മാറ്റി വയ്ക്കുകയോ അല്ലേ പതിവ്. അപ്പോൾ കൈ പോലും തൊടാതെ തന്നെ ഈസി ആയിട്ട് പള വെട്ടിത്തിളങ്ങുന്ന രീതിയിലാക്കാനുള്ള കിടിലൻ ടിപ്പുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ അതെന്താണെന്ന് വീഡിയോയിലേക്ക് പോകാം. ഇപ്പം നമ്മുടെ വീട്ടിൽ പഴയതാണ്ട ഇതുപോലെ ഒരു കറവലൊക്കെ പിടിച്ച ഗ്ലാസ്സുകൾ കാണത്തില്ലേ? അപ്പം നമ്മൾ ഒരച്ചൊരിച്ച് കൈയൊക്കെ ഒരു പരുവാവും. കൈയൊന്നും വയ്യാത്തവർക്കാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് കൈ തൊടാതെ തന്നെ ക്ലീൻ ചെയ്യുന്നതിനുള്ള ഒരു ടിപ്പുമായിട്ടാണ് ഞാൻ വന്നത്. അപ്പം നമുക്ക് ഈ ഗ്ലാസ്സിനെ ഒന്ന് മാറ്റി വെച്ച ശേഷം അപ്പം ഞാനിവിടെ ദാണ്ട ഒരു 2 കലം എടുത്തിട്ടുണ്ട്. ഈ 2 കലത്തിന്റെ അകവും അത്യാവശ്യം നല്ലോണം കറുപ്പ് കളറും ഒരുമാതിരി ഇരുമ്പൂറലും ഒക്കെ പിടിച്ച കലമാണ്. അപ്പം ഇതിൻ്റെ അകത്തോട്ട് ഞാനിപ്പോൾ ഈ ഒരു വലിയ കലത്തിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാൻ ഇത്രയും വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇത്രയും വെള്ളം ഒഴിക്കാൻ കാരണം ഈ വെള്ളം ഒഴിച്ച ആ വെട്ടുവരെ ആ ഒരു കറുപ്പ് കളറ് ഉണ്ടായിരുന്നു. അതിലോട്ട് ഞാൻ ഒരുപാടൊന്നും വേണ്ട. ഞാനിതിപ്പോൾ എന്താ ഇങ്ങനെ ഒരു ബോട്ടിൽ വാങ്ങിച്ചതാണ് ക്ലോറിൻ. അപ്പം ഞാനിതിലോട്ട് ഒരു 3-4 തുള്ളി ക്ലോറിൻ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത്രയും മതിയാകും. അപ്പം ഇത് തന്നെയാണ് ഞാൻ ഈ ഗ്ലാസും മുക്കി വെക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു വെടിക്ക് 2 പക്ഷി എന്ന് കേട്ടിട്ടില്ലേ? ഈ കലവും വൃത്തിയാകും, ഈ ഗ്ലാസും വൃത്തിയാകും. ഗ്ലൗസ് ഒക്കെ ഉണ്ടെങ്കിൽ ഗ്ലൗസ് ഇട്ടൊക്കെ ഒന്ന് വയ്ക്കുന്നത് നല്ലതാണ്. ഞാനിപ്പോൾ ഇത് അങ്ങോട്ട് വെള്ളത്തിലോട്ട് കൈ മുട്ടിക്കാതെ ഇറക്കി കൊടുക്കുകയാണേ. അപ്പോൾ ഇതാ ഇതുപോലെ ഇതിൻ്റെ അകത്തോട്ട് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇതൊരു 3 മണിക്കൂറെങ്കിലും ഇങ്ങനെ ഈ വെള്ളത്തിൽ, ഈ ക്ലോറിൻ വെള്ളത്തിൽ ഇട്ട് വെക്കണം. ഇട്ട് വയ്ക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ക്ലിയർ ആയിട്ട് വെളുത്തിരിക്കും. ഇത് ലൈവായിട്ട് കാണാൻ പറ്റുന്ന ഒരു റിസൾട്ടാണ്. ഞാനിപ്പോൾ ഇതൊന്നും മുക്കി വെച്ചിട്ടുണ്ട്. രാത്രിയൊക്കെ മുക്കി വെച്ചാലും കുഴപ്പമൊന്നുമില്ല. പിറ്റേന്ന് രാവിലെ നല്ല പളാന്നിരിക്കും. അപ്പോൾ ഇതിലൊന്ന് മുക്കി വെച്ചു. ഇനി അടുത്ത് ഞാൻ ആ കൊച്ചു കലമാണ് കാണിക്കാൻ പോകുന്നത്. ഈ കൊച്ചു കലത്തിലും ഇതിലൊരു പഴയ കലമാണ്. അപ്പോൾ അതിൽ അത്യാവശ്യം ഇരുമ്പൂറലുണ്ട്. ഇതിലും ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അതിലും ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു വെട്ട് വരെ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലോട്ടും ഞാൻ കുറച്ച് ക്ലോറിൻ തുള്ളികൾ ഒഴിച്ചു കൊടുക്കുകയാണ്. ക്ലോറക്സ് അല്ല, ക്ലോറിനാണ്. അപ്പോൾ ഒഴിച്ചു കൊടുത്തിരിക്കുകയാണ്. ഈ കലവും ഞാൻ ഇങ്ങനെ വയ്ക്കുകയാണ്. ഇനി ഒരു 3 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിത് നോക്കാം. ഇപ്പൊ ഞാനിതിപ്പോ ഒരു 3 മണിക്കൂർ എന്നൊക്കെ പറഞ്ഞെങ്കിൽ എനിക്ക് 3 മണിക്കൂറൊന്നും വെക്കാൻ പറ്റിയില്ല. ഞാനിപ്പോ ഒരു 1.5-2 മണിക്കൂർ കഷ്ടിയേ വെച്ചിട്ടുള്ളൂ. അപ്പോഴത്തേക്കും എടുത്തു നോക്കാം. ഇത് കണ്ട എത്ര വൃത്തിയായിട്ടിരിക്കണമെന്ന് നോക്കിക്കാണും. അതുപോലെ തന്നെ ഈ ഗ്ലാസിന്റെ അകമൊക്കെ ഇങ്ങനെയാണ് ഇരുന്നത് അല്ല. അപ്പൊ ഇത് കണ്ട നല്ല പളായിരിക്കുന്നുണ്ട്. പിന്നെ ഈ പാത്രത്തിന്റെ അകം ഇതാണെങ്കിലും ഇതിന്റെ അകത്തും അത്യാവശ്യം ഉള്ള ആ ഒരു കറവലൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ ഈ വെള്ളത്തിൽ തന്നെ നമുക്ക് ഇനിയും വേണമെങ്കിൽ ബാക്കി പാത്രങ്ങളും ഇതുപോലെ മുക്കി വയ്ക്കാൻ പറ്റും. വെള്ളമൊക്കെ കളഞ്ഞു. അപ്പോൾ കണ്ടല്ലോ ഇതിന്റെ അകത്തോട്ടും നല്ല വൃത്തിയായിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഞാൻ ഈ കലത്തിൽ കുറച്ച് വെള്ളം, ക്ലോറിൻ വെള്ളം വെച്ചിരുന്നു. അപ്പോൾ അത് ഞാൻ ഈ കലത്തിലോട്ട് മാറ്റിയിട്ട് ഇനി എനിക്ക് 1-2 പാത്രങ്ങളും കൂടെ ഒന്ന് മുക്കി വെക്കാനുണ്ട്. അപ്പം ഞാൻ അതും കൂടെ ഇതിലോട്ട് മുക്കി വെക്കും. അപ്പൊ ഈ പാത്രം നിങ്ങൾ വീഡിയോ ആദ്യം ഞാൻ കാണിച്ചപ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഇത് നല്ല ഒരു ഇരുമ്പൂറലോടെ ഇരുന്ന ഒരു പാത്രമാണ്. കാരണം ഞാൻ പാട്ട മൈലാഞ്ചിയൊക്കെ ഉണ്ടാക്കിയ ഒരു പാത്രമാണ്. പാട്ട മൈലാഞ്ചി ഉണ്ടാക്കുമ്പോൾ എത്രത്തോളം വൃത്തിയോടാകുമെന്ന് ഉണ്ടാക്കുന്നവർക്കറിയാം. അപ്പൊ ഇത്രയും അത് വെളുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല ഒരു റെമഡിയാണ്. എന്നിട്ട് ഇത് വെറുതെ ഒന്ന് പച്ചവെള്ളത്തിൽ, ഇനി പിന്നെ ഇതിലൊന്ന് സോപ്പിന്റെ ആവശ്യമൊന്നുമില്ല, ഒന്ന് പച്ചവെള്ളത്തിൽ നന്നായിട്ട് ഒന്ന് കഴുകിയെടുക്കണം, അത്രേ ഉള്ളൂ. അപ്പൊ ഞാനിതൊന്ന് പച്ചവെള്ളത്തിൽ കഴുകി എടുത്തിട്ടുണ്ടായിരുന്നു. ക്ലീൻ ആയിട്ടുണ്ട്. അപ്പൊ പഴയ കറയൊക്കെ പിടിച്ച പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് നല്ല വെട്ടിത്തിളങ്ങുന്ന രീതിയിൽ എടുക്കാൻ പറ്റും. അതൊന്നും നമ്മൾ കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും എന്തായാലും യൂസ്ഫുൾ ആകും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ.
അങ്ങനെയാണെങ്കിൽ എന്റെ ഈ കുഞ്ഞു ചാനൽ ഒന്ന് സബ് ചെയ്തിരിക്കണേ. അതുപോലെ തന്നെ ഈ വീഡിയോക്ക് ഒരു ലൈക്കും പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.